കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് എന്ന് മലയാളത്തിൽ പറയും. രൂപീകരിച്ചത് 67 സെപ്റ്റംബറിലാണ്. എന്തിനാണ്? സംസ്ഥാനത്തിന്റെ വിഭവങ്ങളെ ശാസ്ത്രീയമായിട്ട് വിലയിരുത്തുന്നതിനും വളർച്ചാ മുൻഗണനകളുടെ അടിസ്ഥാനത്തിൽ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുമായിട്ട് സംസ്ഥാന സർക്കാരിനെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആസൂത്രണ ബോർഡ് അല്ലേ, ആസൂത്രണ ബോർഡ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പ്ലാനിംഗ് ബോർഡിന്റെ ഘടന നമ്മളൊന്ന് പഠിച്ചു. ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്. നമുക്കൊരു ചെയർപേഴ്സൺ ഉണ്ട് പ്ലാനിംഗ് ബോർഡിന്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, അംഗങ്ങളുണ്ട്, മെമ്പർ സെക്രട്ടറി ഉണ്ട്, സ്ഥിരം ക്ഷണിതാക്കളുണ്ട്. നമ്മൾ പല ബോർഡുകളും പഠിച്ച സമയത്ത് നമ്മളിങ്ങനെ സ്ഥിരം ക്ഷണിതാക്കൾ എന്ന് പറഞ്ഞ് കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഓർത്തിരിക്കണം, പെർമനന്റ് ഇൻവൈറ്റീസ് എന്ന് പറയും. സ്ഥിരം ക്ഷണിതാക്കൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനുണ്ട്. ഈ അംഗങ്ങൾ എന്ന് പറയുന്നത് സ്ഥിര അംഗങ്ങളും അതുപോലെ തന്നെ വിദഗ്ധരൊക്കെ അടങ്ങിയിട്ടുള്ള അംഗങ്ങളാണ് കേട്ടോ. മൊത്തത്തിലാണ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു സ്പെസിഫിക് നമ്പർ അവിടെ കൊടുക്കാതിരിക്കുന്നത്. അപ്പൊ ചെയർപേഴ്സൺ ആരാ? മുഖ്യമന്ത്രി ആയിരിക്കും. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രി ആയിരിക്കും. ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ടാവും, അംഗങ്ങൾ ഉണ്ടാകും, മെമ്പർ സെക്രട്ടറി അല്ലെ. എന്തൊരു ബോർഡ് എടുത്ത് നോക്കുമ്പോഴും അവിടെ നമുക്കൊരു മെമ്പർ സെക്രട്ടറി കാണാൻ പറ്റും എക്സിക്യൂട്ടീവായിട്ട്. പിന്നെ സ്ഥിരം ക്ഷണിതാക്കളായി ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഓഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, എന്താണ്, ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഇതിനകത്ത് സ്ഥിരം ഇൻവൈറ്റുകളാണ്. ധനകാര്യം അല്ലെ, പ്ലാനിംഗ് ബോർഡ് ഈസ് റിലേറ്റഡ് ടു ഫിനാൻസ്. ചുമ്മാ പ്ലാൻ ചെയ്താൽ പോലെ നടപ്പാക്കാൻ പൈസ വേണമെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ അത് നമ്മൾ പറഞ്ഞു. ഈ അംഗങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ മന്ത്രിമാരുണ്ട്, സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന വിദഗ്ധരുമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. വിദഗ്ധരെന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഓർമ്മ ഉണ്ടാവും. അതായത് ഇപ്പോൾ ടൂറിസം ഡെവലപ്മെന്റിന് സന്തോഷ് ജോർജ് കുളങ്ങര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരുപാട് രാജ്യങ്ങളും കാര്യങ്ങളും കണ്ടൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരുപാട് അറിവുള്ളൊരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ മേഖലയിൽ വേണ്ട നടപ്പാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സർക്കാരിന് അഭിപ്രായം നൽകാൻ വേണ്ടി പറ്റും അല്ലേ? അതുപോലെ ഓരോ ഏരിയയിലും വിദഗ്ധരായിട്ടുള്ള ആളുകള് ഈ ഒരു പ്ലാനിംഗ് ബോർഡിന്റെ അംഗത്വം നേടിയെടുക്കാറുണ്ട്. ഇങ്ങനെ വിദഗ്ധരായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർ അതത് മേഖലകളിലെ വിദഗ്ധരായി പ്രവർത്തിക്കുകയും പദ്ധതി രൂപീകരണം, നടപ്പാക്കൽ, നയപരമായ കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച വിദഗ്ധ ഉപദേശം സർക്കാരിന് നൽകുകയും ചെയ്യുന്നു. മന്ത്രിമാരും ഉണ്ട്, നോമിനേറ്റ് ചെയ്യപ്പെടുന്ന വിദഗ്ധന്മാരും ഉണ്ടെന്നുള്ളത് അവിടെ നമ്മൾ നോക്കി വെച്ചു. ഓക്കെ, ഇനി മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ബോർഡ് യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നത് മെമ്പർ സെക്രട്ടറിയാണ്. എന്ത് ബോർഡ്? പ്ലാനിംഗ് ബോർഡിന്റെ മീറ്റിംഗ്സ് വിളിച്ചു കൂട്ടുന്നത് മെമ്പർ സെക്രട്ടറിയാണ്. ബന്ധപ്പെട്ട വകുപ്പുകളിലൂടെയും ഏജൻസികളിലൂടെയും ബോർഡിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ മുൻകൈ എടുക്കുന്നതും മെമ്പർ സെക്രട്ടറിയാണ്. സാങ്കേതിക വിഭാഗം മേധാവികള് അവരുടെ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട വികസന വിഷയങ്ങളിലും സാങ്കേതിക വിഷയങ്ങളിലും മെമ്പർ സെക്രട്ടറിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഭരണപരമായ കാര്യങ്ങളിൽ മെമ്പർ സെക്രട്ടറിയെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് കൂടി നമ്മളവിടെ പറഞ്ഞു. എന്നിട്ട് വിഭാഗങ്ങൾ നോക്കിയപ്പോൾ ആ പറഞ്ഞ സാങ്കേതിക വിഭാഗം ഇതായുടെ, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ഇതായുടെ, മൂന്നാമതായിട്ട് ജില്ലാ ആസൂത്രണ ഓഫീസുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. സാങ്കേതിക വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് സാങ്കേതിക വിഭാഗമാണ്. ഒരു ചീഫ് ഉണ്ടായിരിക്കും, ചീഫ് സെക്രട്ടറി അല്ലേ, ഇതിൽ വിദഗ്ധനായിട്ടുള്ള ഒരു ചീഫ് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ വിഭാഗങ്ങളിലും, ഇതിനകത്ത് 7 വിഭാഗങ്ങളുണ്ട്. സാങ്കേതിക വിഭാഗത്തിൽ 7 സബ് ഡിവിഷൻസ് ഉണ്ട്. ആ ഓരോ വിഭാഗത്തിലും ചീഫിനെ സഹായിക്കുന്നതിനായിട്ട് ജോയിന്റ് ഡയറക്ടർമാര്, ഡെപ്യൂട്ടി ഡയറക്ടർമാര്, അസിസ്റ്റന്റ് ഡയറക്ടർമാര്, റിസർച്ച് ഓഫീസേഴ്സ്, റിസർച്ച് അസിസ്റ്റന്റുമാര് എന്നിവരുണ്ടായിരിക്കും. 7 വിഭാഗങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു. ഏതൊക്കെ 7 വിഭാഗം? കൃഷി, വ്യവസായം, സേവനം. നമ്മുടെ എക്കണോമിക്സിന്റെ മേഖലകൾ ഓർത്താൽ മതി, ഇത് ഞാനിവിടെ പറഞ്ഞിരുന്നു. പ്രാഥമിക, ദ്വിതീയം, തൃതീയം, കൃഷി, വ്യവസായം, സേവനം, വികേന്ദ്രീകൃത ആസൂത്രണം, പരിപ്രേക്ഷ്യ ആസൂത്രണം, പദ്ധതി ഏകോപന വിഭാഗം,
വിശകലന വിഭാഗം എന്നിങ്ങനെ 7 സെക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കേട്ടിരുന്നാൽ മതി. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം പറഞ്ഞു. അതിനകത്ത് എസ്റ്റാബ്ലിഷ്മെന്റ്, അക്കൗണ്ട്സ്, ഫെയർ കോപ്പി, കമ്പ്യൂട്ടർ, പ്രസിദ്ധീകരണം, പ്ലാൻ പബ്ലിസിറ്റി എന്നിവ ചേർന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞു. നേതൃത്വം നൽകുന്നത് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണെന്ന് പറഞ്ഞു അല്ലേ. ആ സമയത്ത് ഇങ്ങനെ പോയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഭരണപരമായ കാര്യങ്ങളിൽ മെമ്പർ സെക്രട്ടറിയെ സഹായിക്കുന്നു. ഭരണപരമായ കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ഭരണപരമായ കാര്യം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മെമ്പർ സെക്രട്ടറിയെ സഹായിക്കുന്നു അവിടെ പറഞ്ഞിരുന്നു. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ജില്ലാ ആസൂത്രണ ഓഫീസുകളുടെ കാര്യം. വികേന്ദ്രീകൃത പങ്കാളിത്ത ആസൂത്രണ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ 1970കളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ആസൂത്രണ യൂണിറ്റുകൾ വന്നു. അതായത് ഒന്നുമില്ല, ആസൂത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആസൂത്രണ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പ്ലാനിംഗ് ബോർഡിന്റെ കീഴിൽ ഓരോ ജില്ലയിലും ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ് ബോർഡ് ഓഫീസുകൾ ഉണ്ട്. അത്രയേ ഉള്ളൂ. ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ് ഓഫീസുകൾ ഉണ്ട്. അതിന്റെ നിയന്ത്രണം ജില്ലാ കളക്ടറുടെ കയ്യിലാണ്. ജില്ലാ ആസൂത്രണ ഓഫീസർമാരായിട്ട് നിയമിക്കപ്പെടുന്നത് സംസ്ഥാന ആസൂത്രണ ഓഫീസേഴ്സ് ആണെന്ന് കൂടി നമ്മളവിടെ പറഞ്ഞു. ഓക്കെ. ഇതിലെ വലിയ വലിയ വാക്കുകളൊന്നും കണ്ടാലും പേടിക്കൊന്നും വേണ്ട. സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജില്ലാ വികസന സമിതി സെക്രട്ടറി, ജില്ലാ കളക്ടറുടെ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നീ പദവികൾ വഹിക്കുന്നത് ആസൂത്രണ ഓഫീസർ ആയിരിക്കും. പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും നടപ്പാക്കുന്നതിനും ജില്ലാ ആസൂത്രണ ഓഫീസുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സ്വാഭാവികം. അത്രയേ ഉള്ളൂ. ഇനി നോക്കൂ, ഇതിന്റെ പ്രവർത്തനങ്ങൾ നോക്കാം. എന്താണ് പ്രവർത്തനങ്ങൾ നോക്കാം. പഞ്ചവത്സര വാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുക പ്ലാനിംഗ് ബോർഡിന്റെ ഒരു ഡ്യൂട്ടിയാണ്. എന്താണ് പഞ്ചവത്സര വാർഷിക പദ്ധതികൾ ആവിഷ്കരിക്കുക. പണ്ട് നമുക്ക് പ്ലാനിംഗ് ബോർഡായിരുന്നു, ദേശീയ തലത്തിലുള്ള പ്ലാനിംഗ് കമ്മിറ്റി, പിന്നെ പ്ലാനിംഗ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതായിരുന്നു എന്ത് ചെയ്യുന്നത്, നമ്മുടെ 5 ഇയർ പ്ലാൻസ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പ്ലാനിംഗ് ബോർഡ് ഉണ്ടോ? ഇപ്പൊ പ്ലാനിംഗ് ബോർഡ് ഉണ്ടോ? ഇല്ല. പഞ്ചവത്സര പദ്ധതികൾ, വാർഷിക പദ്ധതികൾ എന്നിവ ആവിഷ്കരിക്കുക എന്നുള്ളത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഒരു ഡ്യൂട്ടിയാണ്. നമുക്കിത് വായിച്ചാൽ തന്നെ ഇത് കിട്ടും. വാർഷിക സാമ്പത്തിക റിപ്പോർട്ട് തയ്യാറാക്കുക. ഒരു വർഷം എന്തൊക്കെ ചെയ്തു, എന്തിനെല്ലാം പണം വിനിയോഗിച്ചു എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക. പ്രത്യേക മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയ പ്ലാൻ സ്പേസ് വഴി പദ്ധതിയുടെ നടത്തിപ്പ് നിരീക്ഷിക്കുക. അതായത് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വഴി തയ്യാറാക്കുന്ന ഈ പറഞ്ഞ പഞ്ചവത്സര അല്ലെങ്കിൽ വാർഷിക പദ്ധതികളുണ്ടല്ലോ, ഇതിന്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പ്ലാൻ സ്പേസ്. എന്താ പ്ലാൻ സ്പേസ്? പ്ലാനിംഗ് ബോർഡ് അല്ലേ, പ്ലാൻ സ്പേസ്, പ്ലാൻ ചെയ്യുന്ന സ്ഥലം എന്നുള്ള രീതിയിലുള്ള മീനിങ് ആണ്. പ്ലാൻ സ്പേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്ലാനിംഗ് ബോർഡിന്റെ പദ്ധതികളെ നടപ്പിലാക്കുക എന്നത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. എന്താ സോഫ്റ്റ്വെയറിന്റെ പേര്? പ്ലാൻ സ്പേസ് എന്നുള്ളത് ഓർത്തിരിക്കുക. പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിക്കുക. സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള വകുപ്പിനെ ക്രോഡീകരിക്കേണ്ടി വരും, മീൻസ് ഏകോപിപ്പിക്കേണ്ടി വരും. വികേന്ദ്രീകരണ സെല്ലിന് പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക. പഠനങ്ങൾ നടത്തുക, ഒരു ബുദ്ധി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക. മീൻസ് എന്താണ്? വിദഗ്ധ ഉപദേശം കൊടുക്കുക, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അതായത് ഒരു പ്രത്യേക പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക. അതിന് നല്ല ബ്രെയിനുള്ള ആളുകൾ വേണം. ഇത്രയേ ഉള്ളൂ. പഞ്ചവത്സര പദ്ധതി, അതുപോലെ വാർഷിക പദ്ധതികൾ തയ്യാറാക്കുക, സാമ്പത്തിക റിപ്പോർട്ട് തയ്യാറാക്കുക, പ്ലാൻ സ്പേസ് വഴി പദ്ധതികൾ നടത്തിപ്പ് നിരീക്ഷിക്കുക, പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിക്കുക, വികേന്ദ്രീകരണ സെല്ലിന് പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കുക, പഠനങ്ങൾ നടത്തുക, ഒരു ബുദ്ധി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, അത്രയാണ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെയുണ്ടല്ലോ എന്താ, ബാഹ്യമായ ധനസഹായം ലഭിക്കുന്ന പദ്ധതികൾ,
കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, നബാർഡ്, CSR ഫണ്ടുകൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും ശുപാർശകളും ഏകോപിപ്പിക്കുക. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, ഇതിലൊന്നും തല വയ്ക്കേണ്ട. അധ്യക്ഷന് വേണ്ടി നയപരമായ വിവരങ്ങൾ തയ്യാറാക്കുക. ഈ വിവരങ്ങൾ തയ്യാറാക്കിയിട്ട് കൊടുക്കുന്നത് എപ്പോഴും ചീഫിനായിരിക്കും, അധ്യക്ഷന് വേണ്ടി. ഓക്കെ. നിർദ്ദേശങ്ങൾക്കും ഉപദേശത്തിനും വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള അഭ്യർത്ഥനകൾക്ക് പ്രതികരിക്കുക. അതായത് ഇവരിപ്പോ പ്ലാൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചു, അത് നടപ്പാക്കണം. പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിക്കേണ്ടി വരും. അവർക്ക് പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാകും. അവർക്ക് പലതരത്തിലുള്ള ഗൈഡൻസ് കൊടുക്കേണ്ടി വരും, പലതരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കേണ്ടി വരും, പല രീതിയിൽ അവരെ സഹായിക്കേണ്ടി വരും. അത്തരത്തിൽ നിർദ്ദേശങ്ങൾക്കും ഉപദേശത്തിനും വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള അഭ്യർത്ഥനകൾക്ക് പ്രതികരിക്കുക എന്നുള്ളത് കൂടി ഇവരുടെ പ്രവർത്തനമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കൂ, ബജറ്റ് രേഖയോടൊപ്പം അവതരിപ്പിക്കാനുള്ള വാർഷിക സാമ്പത്തിക അവലോകനത്തിന്റെ രൂപീകരണ ചുമതല പ്ലാനിംഗ് ബോർഡിനാണ്. അതായത് ആനുവൽ എക്കണോമിക് റിവ്യൂ ഉണ്ടല്ലോ, വാർഷിക സാമ്പത്തിക അവലോകനം, എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ചു, എത്രയെത്ര ചെലവായി, എത്രയെത്ര നേടി, കുറെ കാര്യങ്ങൾ പറയില്ലേ ലാസ്റ്റ് ബജറ്റില്. നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നില്ലേ ബജറ്റ്. അങ്ങനെയുള്ളതില് വാർഷിക സാമ്പത്തിക അവലോകനത്തിന്റെ രൂപീകരണ ചുമതല എന്ന് പറയുന്നത് പ്ലാനിംഗ് ബോർഡിനാണ്. മീൻസ് ആ ഒരു രേഖ ഉണ്ടാക്കുന്നത് പ്ലാനിംഗ് ബോർഡാണ്. പ്ലാനിംഗ് ബോർഡ് രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ആദ്യ സാമ്പത്തിക അവലോകനം പ്രസിദ്ധീകരിച്ചത് 59-ലാണ്. 67-ലല്ലേ പ്ലാനിംഗ് ബോർഡ് വന്നത്. 1959 ബ്യൂറോ ഓഫ് എക്കണോമിക് സ്റ്റഡീസ് ആണ് ഈ പറയുന്ന വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കിയത്. സാമ്പത്തിക അവലോകനത്തിനായിട്ട് മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനം, മൊത്തം സംസ്ഥാന മൂല്യവർദ്ധനവ് എന്നിവ സംബന്ധിച്ച കണക്കുകൾ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന് നൽകുന്ന സ്ഥാപനമാണ് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് കൂടി നോട്ട് ചെയ്ത് വെക്കണേ കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുക. എന്താ ചോദിച്ചെന്താ, സീമയാണോ ചോദിച്ചത്? ഓക്കെ. CSR ഫണ്ടോ? CSR എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സംഗതി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്നാണ് ഇതിന് പറയുക കേട്ടോ. ഇനി അതെന്താണ് ചെകഞ്ഞു പോകണ്ട, നമുക്ക് ഇത്ര അറിഞ്ഞാൽ മതി. LD ലെവലല്ലേ? ഓക്കെ, ഇത് തന്നെ ഓവറാണ്. അതാണ് ഞാൻ അത് കേട്ടിരുന്നാൽ മതി എന്ന് പറയുന്നത്. ഓക്കെ. സാമ്പത്തിക അവലോകനത്തിനായിട്ട് മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനം, അതായത് സാമ്പത്തിക അവലോകനം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എക്കണോമിക് റിവ്യൂ എന്തൊക്കെ ചെലവാക്കി, എന്തൊക്കെ വന്നു, എന്തൊക്കെ കിട്ടി, എന്തെല്ലാം നേടി, എത്ര ചെലവായി, ഇതൊക്കെ തന്നെയല്ലേ. അതായത് അപ്പൊ എന്തൊക്കെ നോക്കും, സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപാദനം, മൊത്തം പ്രൊഡക്ഷൻ എത്രയാണ്, സംസ്ഥാന മൂല്യവർദ്ധനവ് എത്ര നമുക്ക് വാല്യൂ കിട്ടി എന്നുള്ളതൊക്കെ നോക്കില്ലേ. ഇത്തരത്തില് സംബന്ധിച്ച കണക്കുകൾ സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന് നൽകുന്ന സ്ഥാപനമാണ് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് ആദ്യത്തെ സാമ്പത്തിക അവലോകനം 1959 പ്രസിദ്ധീകരിച്ചത്. ഓക്കെ. അതിനുശേഷമാണ് പ്ലാനിംഗ് ബോർഡ് വന്നതും പിന്നീടാണ് പ്ലാനിംഗ് ബോർഡ് ഈ പറയുന്ന വാർഷിക സാമ്പത്തിക അവലോകനത്തിന്റെ രൂപീകരണമൊക്കെ തുടങ്ങിയത് എന്നുള്ളത് ഓർത്തുവെക്കുക. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലാണ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് സാമ്പത്തിക അവലോകനത്തിന്റെ തയ്യാറെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലാണ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് സാമ്പത്തിക അവലോകനത്തിന്റെ തയ്യാറെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അവിടെ പഠിച്ചു വെക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു?
പ്രവർത്തനങ്ങൾ പഞ്ചവത്സര വാർഷിക പദ്ധതികൾ തയ്യാറാക്കുക, വാർഷിക സാമ്പത്തിക റിപ്പോർട്ട് തയ്യാറാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പ്ലാൻ സ്പേസ് വഴി പദ്ധതികളുടെ നടത്തിപ്പ് നിരീക്ഷിക്കുക, വികേന്ദ്രീകരണ സെല്ലിന് പ്രവർത്തിക്കാൻ സാഹചര്യം ഒരുക്കുക, പിന്നെ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളെ ഏകോപിപ്പിക്കുക, പഠനങ്ങൾ നടത്തുക, ബുദ്ധികേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക, പിന്നെ പറയുന്ന CSR ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും ശുപാർശകളും ഏകോപിപ്പിക്കുക, നയപരമായ വിവരങ്ങൾ തയ്യാറാക്കുക, അതത് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എന്ത് ചെയ്യുക, നൽകുക എന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. പിന്നെ ബജറ്റ് രേഖകളോടൊപ്പം അവതരിപ്പിക്കാനുള്ള വാർഷിക സാമ്പത്തിക അവലോകന രൂപീകരണം അതിന്റെ ചുമതല പ്ലാനിംഗ് ബോർഡിനാണെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഇത് തയ്യാറാക്കിയത് 1959 ബ്യൂറോ ഓഫ് എക്കണോമിക് സ്റ്റഡീസ് ആണ്. പിന്നീട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പ്ലാനിംഗ് ബോർഡ് രൂപീകരണത്തിന് ശേഷം പ്ലാനിംഗ് ബോർഡാണ് വാർഷിക സാമ്പത്തിക അവലോകനം തയ്യാറാക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കാം. ഇത്രയും പറഞ്ഞതൊക്കെ എന്താണ്, ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. എന്താണ് അത്, എന്താണ് പ്ലാനിംഗ് ബോർഡ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതിന് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മേലെ ഒരുപാട് സമയം കളയണ്ട. അതൊരു ഐഡിയ ഉണ്ടാവാൻ കേട്ടിരുന്നാൽ മാത്രം മതി. ഞാൻ പറയാറുണ്ട് എൻ്റെ ക്ലാസ്സിൽ, ചില കാര്യങ്ങൾ കേട്ടിരുന്നാൽ മതി എന്നുള്ളത്. എന്ന് വിചാരിച്ചത് ചോദിക്കില്ല എന്നൊരു അർത്ഥമൊന്നും അതിനില്ല. കേട്ടിരിക്കണം, ഓർമ്മ ഉണ്ടായിരിക്കണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം റിപ്പീറ്റ് ചെയ്ത് മെനക്കെടണ്ട കേട്ടോ. എന്നാൽ ഇനി പറയാൻ പോകുന്ന സംഗതികൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആദ്യ കേരള ആസൂത്രണ ബോർഡിനെ കുറിച്ചും നിലവിലുള്ള കേരള പ്ലാനിംഗ് ബോർഡിനെ കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതിനകത്ത് മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അതായത് ആദ്യത്തെ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് 1967 വന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ആരാ മുഖ്യമന്ത്രി? 67 വന്ന സമയത്ത് ആരാ മുഖ്യമന്ത്രി? കേരള പ്ലാനിംഗ് ബോർഡ് വന്ന സമയത്ത് പറഞ്ഞ് EMS ആണ് കേട്ടോ. ചെയർമാനും EMS ആണ്. മുഖ്യമന്ത്രിയാണല്ലോ ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ, അതാണല്ലോ കീഴ്വഴക്കം. അപ്പോ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആദ്യ ചെയർമാൻ ആണ് EMS നമ്പൂതിരിപ്പാട്. അത് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? CM ആണ്. 67 EMS ആണ്. വൈസ് ചെയർമാൻ MK ഹമീദ്. ആരാ? MK ഹമീദ്. ആദ്യത്തെ ആള് EMS-ഉം രണ്ടാമത്തെ ആള് MKH ആണ്, ഹമീദ് ആണ് കേട്ടോ. ആദ്യത്തെ ആള് EMS, വൈസ് ചെയർമാൻ MK ഹമീദ്. അന്നത്തെ മറ്റംഗങ്ങളായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി, TP കുട്ടിയാമു, മാത്യു കുര്യൻ, മാത്യു കുര്യൻ എന്നിവര്. ജോസഫ് മുണ്ടശ്ശേരി ഉണ്ടായിരുന്നു, TP കുട്ടിയാമു ഉണ്ടായിരുന്നു, മാത്യു കുര്യനും ഉണ്ടായിരുന്നു. ജോസഫ് മുണ്ടശ്ശേരി എന്ന് സ്ട്രെസ് ചെയ്തിട്ട് ഓർത്തിരിക്കാം. ഔദ്യോഗിക അംഗങ്ങളായിരുന്നു ധനമന്ത്രി, ചീഫ് സെക്രട്ടറി, ആസൂത്രണ വകുപ്പ് സെക്രട്ടറി എന്നിവരൊക്കെ. മെമ്പർ സെക്രട്ടറി ആയിരുന്നു ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ. കണ്ടങ്ങള്, ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ ആയിരുന്നു മെമ്പർ സെക്രട്ടറി. ഈ ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡയറക്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലായിരുന്നു സാമ്പത്തിക അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചിരുന്നത് അല്ലേ? പ്ലാനിംഗ് ബോർഡിന് മുമ്പ് ഈ ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നല്ലോ സാമ്പത്തിക അവലോകനത്തിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചിരുന്നത്. അതിലുള്ള ഡയറക്ടറാണ് മെമ്പർ സെക്രട്ടറി ഫസ്റ്റത്തേല്. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞ അവരൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇവര് ഇപ്പൊ ഉള്ളത് ആരുടെ അണ്ടറിലാ? പ്ലാനിംഗ് ബോർഡിന്റെ അണ്ടറിലാണെന്നേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ?
അതവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ EMS ആയിരുന്നു ചെയർമാൻ, വൈസ് ചെയർമാൻ MK ഹമീദ്, അംഗങ്ങൾ ജോസഫ് മുണ്ടശ്ശേരി, DP കുട്ടിയാമു, മാത്യു കുര്യൻ, മെമ്പർ സെക്രട്ടറി, ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡയറക്ടർ ആയിരുന്നു എന്നത് ഓർത്തിരിക്കാം. ഇനി നിലവിലെ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് എങ്ങനെയാണെന്ന് നോക്കാം. നിലവിലെ ചെയർപേഴ്സൺ ആരാ പറഞ്ഞു? നിലവിലെ ചെയർപേഴ്സൺ ആരായിരിക്കും? നിലവിലെ ചെയർപേഴ്സൺ സംശയമൊന്നും വേണ്ട, വീണ്ടും മുഖ്യമന്ത്രി തന്നെ, പിണറായി വിജയൻ. നിലവിലെ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ പിണറായി വിജയനാണ്. വൈസ് ചെയർപേഴ്സൺ VK രാമചന്ദ്രൻ ആണെന്ന് ഓർത്തിരിക്കണേ. VK രാമചന്ദ്രൻ കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ എന്നോ വൈസ് ചെയർപേഴ്സൺ എന്നോ ചോദിച്ചു കഴിഞ്ഞത് VK രാമചന്ദ്രനാണ്. മെമ്പർ സെക്രട്ടറി ശാരദാ മുരളീധരനാണ്. ശാരദാ മുരളീധരനാണ് മെമ്പർ സെക്രട്ടറി. ശാരദാ മുരളീധരൻ. മറ്റംഗങ്ങളാണ് നമ്മുടെ ധനകാര്യമന്ത്രി ഉണ്ട്, ധനകാര്യം ആസൂത്രണം അല്ലേ, ധനകാര്യമന്ത്രി ഉണ്ട് KN ബാലഗോപാൽ. റവന്യൂ മന്ത്രിയുണ്ട് K രാജൻ. ജലവിഭവ മന്ത്രിയുണ്ട് റോഷി അഗസ്റ്റിൻ. വൈദ്യുതി മന്ത്രിയുണ്ട് K കൃഷ്ണൻകുട്ടി. വനം മന്ത്രിയുണ്ട് AK ശശീന്ദ്രൻ. മനസ്സിലായോ? അതായത് ചെയർപേഴ്സൺ പിണറായി വിജയൻ തന്നെ, വൈസ് ചെയർപേഴ്സൺ ഓർത്തിരിക്കണം VK രാമചന്ദ്രൻ, മെമ്പർ സെക്രട്ടറി ശാരദാ മുരളീധരൻ IAS ആണ്. അംഗങ്ങളില് നമ്മുടെ ധനകാര്യമന്ത്രി, റവന്യൂ മന്ത്രി, ജലവിഭവ മന്ത്രി, വൈദ്യുതി മന്ത്രി, വനം വന്യജീവി വകുപ്പ് മന്ത്രി, ഇവരൊക്കെയാണുള്ളത്. ആരൊക്കെ അപ്പോ? KN ബാലഗോപാൽ, K രാജൻ, റോഷി അഗസ്റ്റിൻ, K കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. ഇനി ഔദ്യോഗിക അംഗങ്ങളെ നോക്കുന്ന സമയത്ത് R രാംകുമാർ, PK ജമീല, മിനി സുകുമാർ, ജിജു P അലക്സ്, V നമശിവായൻ, K രവിരാമൻ, സന്തോഷ് ജോർജ് കുളങ്ങര. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഔദ്യോഗിക അംഗങ്ങൾ എന്നുള്ളത്? വിദഗ്ധർ, സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന വിദഗ്ധരും മന്ത്രിമാരും അടങ്ങിയതാണ് അംഗങ്ങൾ എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഈ പറയുന്ന ഇത്ര ആൾക്കാർ എന്താണ്? ഓരോ മേഖലകളിലെ വിദഗ്ധരാണ്. മനസ്സിലായോ? R രാംകുമാറുണ്ട്, PK ജമീല, മിനി സുകുമാർ, ജിജു P അലക്സ്, V നമശിവായൻ, K രവിരാമൻ, സന്തോഷ് ജോർജ് കുളങ്ങര. ഇവരാണ് എക്സ്പേർട്സ്, വിദഗ്ധന്മാര്. മറ്റുള്ളത് മെമ്പേഴ്സ്, ഓരോ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും. ഈ ടീം ഔദ്യോഗിക അംഗങ്ങളും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് ആദ്യത്തെ മെമ്പേഴ്സിനെ ഒക്കെ ഒന്ന് പറയാൻ ശ്രമിക്കുക. ചെയർമാൻ ആരാ? ഞാൻ പറഞ്ഞേ, ചെയർമാൻ EMS, MK ഹമീദ് വൈസ് ചെയർമാൻ, ജോസഫ് മുണ്ടശ്ശേരി, TP കുട്ടിയാമു, K മാത്യു കുര്യൻ എന്നിവർ അംഗങ്ങൾ. ഔദ്യോഗിക അംഗങ്ങളായിട്ട് പിന്നെ മെമ്പർ സെക്രട്ടറി, ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഡയറക്ടർ. പിന്നെ നിലവിലെ ചെയർപേഴ്സൺ പിണറായി വിജയൻ, വൈസ് ചെയർപേഴ്സൺ VK രാമചന്ദ്രൻ, മെമ്പർ സെക്രട്ടറി ശാരദാ മുരളീധരൻ. അംഗങ്ങളിൽ മന്ത്രിമാരുടെ കാര്യം പറയുമ്പോൾ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, റവന്യൂ മന്ത്രി K രാജൻ, ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ, വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി, വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വിദഗ്ധരോ നമുക്കറിയാവുന്ന ഒരാളല്ലേ, സന്തോഷ് ജോർജ് കുളങ്ങര. പിന്നെ V നമശിവായൻ, R രാംകുമാർ, PK ജമീല, മിനി സുകുമാർ, ജിജു P അലക്സ്, K രവിരാമൻ എന്നിവർ എന്താണ്? നിലവിലെ മെമ്പേഴ്സ് ആണെന്ന് ഓർപ്പിക്കുക. അറ്റ്ലീസ്റ്റ് സന്തോഷ് ജോർജ് കുളങ്ങരയെങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കാം.
ഓക്കെ, അങ്ങനെ നമ്മൾ ആസൂത്രണ ബോർഡ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. പ്ലാനിംഗ് ബോർഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ സിലബസിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊന്നാണ് എന്ത്? ദുരന്ത നിവാരണം. അല്ലേ? നമ്മുടെ ഈ കേരള ഗവേണൻസ് പഠിക്കുന്ന സമയത്ത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കുറച്ച് സംഗതികളുണ്ട്. ഭരണ സംവിധാനം, സിവിൽ സർവീസ്, ദുരന്ത നിവാരണം, തണ്ണീർത്തട സംരക്ഷണം, ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്നിങ്ങനെയാണ് നമ്മൾ പറയാം. അതിലടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ദുരന്ത നിവാരണം എന്നുള്ളത്. ഓക്കെ, എന്താ ദുരന്ത നിവാരണം? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നമുക്ക് ഒരു സാമൂഹിക സന്നദ്ധ സേനയൊക്കെ ഉണ്ടല്ലേ ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ടിട്ട്. സാമൂഹിക സന്നദ്ധ സേനകളുണ്ട്. അതുപോലെ അത് എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ സമയത്തൊക്കെയാണ് രൂപീകരിക്കുന്നത്. നിപ്പയുടെ ഒക്കെ സാഹചര്യത്തിലൊക്കെ ആയിരുന്നു അല്ലേ? ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാനുണ്ട്. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു ഡിഗ്രി ലെവൽ അപ്രോച്ച് ഒന്നും നിങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല. വേണ്ട കാര്യങ്ങളൊക്കെ നോക്കി പോയാൽ മതി. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. നോക്കാം. ഈ ഒരു പോർഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, ദുരന്ത നിവാരണം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ സെപ്പറേറ്റ് പറയും. ബേസിക് ആയിട്ട് നോളജ് ഉണ്ടാക്കി വെക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയും പറയും. ഓക്കെ, നോക്കൂ. ദുരന്ത നിവാരണമാണ് നമ്മുടെ അടുത്ത മേജർ ടോപ്പിക്. ദുരന്ത നിവാരണം അഥവാ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ആദ്യമേ പറയാം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന വകുപ്പ് റവന്യൂന്റെ അണ്ടറിലാണ് കേട്ടോ. റവന്യൂ എന്ന് പറഞ്ഞാൽ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ദുരന്തങ്ങളും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന വകുപ്പിനെ എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? റവന്യൂ വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ കണ്ടോ, ദുരന്ത നിവാരണം. സത്യത്തില് ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ദുരന്തം എന്ന് പറഞ്ഞാല്? ഈ ഒരു ഭയങ്കര ദുരന്താണല്ലോ പറയില്ല നമ്മള് ഫ്രണ്ട്സിനോടൊക്കെ. ദുരന്തം എന്ത് ചെയ്യാനാ, ഞാൻ ഇന്നൊരു ദുരന്തനായി പോയില്ല എന്നൊക്കെ കേട്ടില്ല. ഓക്കെ, അതായത് ദുരന്തം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, നമ്മളുടെ അതായത് മനുഷ്യന്മാരുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളാണ്. എന്താണ്? നാശം വിതയ്ക്കുന്ന കാര്യങ്ങൾ. അതായത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെയൊക്കെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് കടന്ന് ഒരുപാട് നാശം വിതയ്ക്കാൻ കഴിയുന്ന കാര്യങ്ങളാണിത് ദുരന്തങ്ങൾ എന്ന് പറയാം. അതായത് പ്രകൃതിയുടെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, മനുഷ്യന്മാരുടെ ഇടപെടൽ നല്ലതല്ലാത്തത് മൂലമൊക്കെ എന്തുണ്ടാവാം, പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാം. ഓക്കെ, ഇപ്പോ എന്താ പറയാ, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് പ്രകൃതിദത്തമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ഉദാഹരണം. ശ്രദ്ധിച്ചിരിക്കണേ, സൈഡിൽ ഇല്ലാത്ത കാര്യങ്ങളാ പറയുന്നത്. ഇപ്പൊ ഇതിൽ സൈഡിൽ കാണാം നമുക്ക് വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, സുനാമി. ഇതൊക്കെ എന്താണ്? മനുഷ്യനിർമ്മിതമൊന്നുമല്ല, പക്ഷെ മനുഷ്യന്റെ ഇടപെടലിനും നിയന്ത്രണത്തിനും അപ്പുറത്തേക്കാണ് ഇതിന്റെ കാര്യങ്ങൾ. അത്രയും തീവ്രമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്താൻ സാധിക്കുന്ന സംഗതികളാണ് ഈ ദുരന്തങ്ങൾ. എന്നാൽ മനുഷ്യന്റെ ഇടപെടൽ മൂലവും ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, രാസ വ്യവസായിക ആണവ ദുരന്തങ്ങൾ, ചെർണോബില്, ഭോപ്പാലിന് ഉണ്ടോ? ഈ ചെർണോബിൽ ദുരന്തം അല്ലെങ്കിൽ ഭോപ്പാൽ ദുരന്തമൊക്കെ എന്തിന്റെ എക്സാമ്പിളാ? വിഷവാതക ദുരന്തങ്ങളാണല്ലേ. അത്തരത്തിലുള്ള വിഷവാതക ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന മനുഷ്യന്റെ പ്രവൃത്തികളല്ലേ? റെസ്പോണ്ട് ചെയ്യണേ.
മനുഷ്യപ്രവർത്തികളല്ലേ വിഷവാതക ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത്. യുദ്ധം, ഇപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നുണ്ടോ? ഇല്ലേ. റഷ്യ യുക്രൈൻ വാർ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഈ തരത്തിലുള്ള യുദ്ധങ്ങൾ ദുരന്തമല്ലേ? ആലോചിച്ച് നോക്കൂ. അല്ലേ? ആണ്. യുദ്ധങ്ങൾ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. ആണവ ദുരന്തങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു, ചെർണോബില് ആണവ ദുരന്തം, ഭോപ്പാല് വിഷവാതക ദുരന്തം, യുദ്ധങ്ങള് മനുഷ്യനിർമ്മിതമാണ്. ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവ് മനുഷ്യനിർമ്മിതമല്ലേ? ഭൂമിയിൽ ഓസോൺ ഡിപ്ലീഷൻ കൂടാൻ കാരണം, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടാൻ കാരണം മനുഷ്യന്റെ പ്രവൃത്തികളല്ലേ? യെസ്, അതൊക്കെ എന്താണ്? അത്തരത്തിലുള്ള മനുഷ്യ സൃഷ്ടിയായ ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. ഞാനതൊന്നും ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചുമ്മാ കേട്ടാ പോരാ, സൈഡിലില്ലാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് ഈ ഒരു സബ്ജക്ട് എടുക്കുന്ന സമയത്ത് പറയാനുണ്ടാവും. അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പൊ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ നിയന്ത്രണത്തിനപ്പുറത്തുള്ള ക്ഷണനേരം കൊണ്ട് ജീവന സ്വത്തിനൊക്കെ നാശം വിതയ്ക്കുന്ന കാര്യങ്ങളാണ്. പ്രകൃതി ശക്തികൾ കൊണ്ടും മനുഷ്യന്റെ ഇടപെടൽ മൂലവും ദുരന്തങ്ങൾ ഉണ്ടാകാം. അങ്ങനെ മനുഷ്യന്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ചെർണോബിൽ എന്താണ്? ആണവ ദുരന്തത്തിന്റെ എക്സാമ്പിൾ ആണ്. ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിന്റെ എക്സാമ്പിൾ ആണ്. സ്ഫോടനങ്ങൾ മനുഷ്യനിർമ്മിതമായ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. യുദ്ധം അല്ലേ? അതുപോലെ എന്താണ്? ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഒരു ദുരന്തമാണ് ശരിക്കും, മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ഇനി നോക്കൂ, ഈ ദുരന്തങ്ങളെ പ്രധാനമായിട്ടും ഡിസാസ്റ്റേഴ്സിനെ പ്രധാനമായിട്ടും 5 തരംതിരിക്കാം. ഒന്ന്, ജലവും കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഇടിമിന്നലൊക്കെ കൂട്ടിച്ചേർത്ത് വെക്കുക കേട്ടോ. കൂട്ടിച്ചേർത്ത് വെക്കുക നിങ്ങളുടെ നോട്ടിലേക്ക്. ജലം, കാലാവസ്ഥ എന്നിവയ്ക്കായിട്ട് ബന്ധപ്പെട്ടതാണ് വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയവ. ഭൗമഘടനയുമായിട്ട് ബന്ധപ്പെട്ടത്, ഭൂമിയുടെ ഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലോ ഭൂകമ്പം, ഉരുൾപൊട്ടൽ, സുനാമി തുടങ്ങിയവ അല്ലെ. രാസ വ്യാവസായിക ആണവ ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ് ചെർണോബിൽ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആണവ ദുരന്തമാണ് ചെർണോബിൽ അല്ലെ. അതുപോലെ ഭോപ്പാൽ വിഷവാതക ദുരന്തം. ജൈവാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ 4-ാമത്തത്. അതായത് ജൈവാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ബയോ തിങ്സ് അല്ലെ. പകർച്ചവ്യാധി എന്താണ്? ജൈവിക വസ്തുക്കളിൽ നിന്നുണ്ടാകുന്നത്. അതുപോലെ ഭക്ഷ്യവിഷബാധ, ബാക്ടീരിയാസ്, വൈറസ് കാര്യങ്ങളൊക്കെ അല്ലേ. ബാക്ടീരിയാസ് ഒക്കെ അല്ലെ, ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ഭക്ഷ്യവിഷബാധ ഉണ്ടാവാം. അപ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടും? ജൈവാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ പകർച്ചവ്യാധി അതിൽ വരും, ഭക്ഷ്യവിഷബാധ അതിൽ വരും. ചെറുതും വലുതുമായ അപകട ദുരന്തങ്ങൾ 5-ാമത്തത്. തീപിടുത്തം, സ്ഫോടനങ്ങൾ, ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. അതുപോലെ റോഡ് ദുരന്തം, ആക്സിഡൻസ് അല്ലെങ്കിൽ റെയിൽ ആക്സിഡൻസ്, വ്യോമയാന ദുരന്തങ്ങൾ. ഇതൊക്കെ എന്താണ്? ചെറുതും വലുതുമായ അപകട ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ് അല്ലേ. തീപിടുത്ത അപകടമല്ലേ, സ്ഫോടനങ്ങൾ അപകടമല്ലേ, ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം ആയിരുന്നല്ലോ. അതുപോലെ തന്നെ റോഡ്, ജലം, വ്യോമം മേഖലകളിലൊക്കെ എന്തുണ്ടാവുന്നുണ്ട്? അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുന്നേ വാർത്ത കണ്ടവർക്കറിയാം, 2 ഹെലികോപ്റ്റേഴ്സ് ആണ് ഷോർക്കിടെ കൂട്ടിയിടിച്ച് തകർന്നത്. ന്യൂസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ദുരന്തങ്ങളെ എന്ത് ചെയ്തു? 4 ആയിട്ട്
അഞ്ചായിട്ട് തരംതിരിച്ചു. ഒന്നാമത്തത് ജലവും കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടത് വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയവ. രണ്ടാമത്തത് ഭൗമഘടനയുമായിട്ട് ബന്ധപ്പെട്ടത് ഭൂകമ്പം, ഉരുൾപൊട്ടൽ, സുനാമി തുടങ്ങിയവ. മൂന്നാമത്തത് രാസവ്യാവസായിക ആണവ ദുരന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ചെർണോബിൽ, ഭോപ്പാൽ തുടങ്ങിയവ. ജൈവാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടത് പകർച്ചവ്യാധി, ഭക്ഷ്യവിഷബാധ തുടങ്ങിയവ. അഞ്ചാമത്തത് ചെറുതും വലുതുമായ അപകടങ്ങൾ, അതായത് തീപിടുത്തം, സ്ഫോടനങ്ങൾ, ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ റെയിൽ, റോഡ്, വ്യോമ അപകടങ്ങൾ. ഇങ്ങനെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി നോക്കൂ, ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമാകുന്ന അപായകരമായ അല്ലെങ്കിൽ അയക്കാവുന്ന പ്രകൃതിദത്തമായ പ്രതിഭാസങ്ങളെയാണ് പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറയുന്നത്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതിദത്തമായ പ്രതിഭാസങ്ങളെ പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറയുന്നു. സമുദ്രജല പ്രവാഹങ്ങൾ ഉദാഹരണമാണ്. മരുഭൂമിയിലെയും ഹിമാനികളിലെയും അതിതീവ്രമായ കാലാവസ്ഥ ഉദാഹരണമാണ്. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാം. മഞ്ഞുമല ഇടിഞ്ഞാൽ, ഹിമാനികൾ തെന്നി നീങ്ങിയാൽ, ഗ്ലാസിയേഴ്സ് എന്താണ് തെന്നി നീങ്ങി ഇടിഞ്ഞാൽ അവലാഞ്ചസ് ഒക്കെ ഉണ്ടാവില്ലേ, എന്താണ് അത് പ്രകൃതിക്ഷോഭത്തിന് ഉദാഹരണമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതിദത്തമായ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എങ്കിൽ ഈ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം. ദുരന്തങ്ങളെ നമ്മൾ പൊതുവെ അഞ്ചായിട്ട് തിരിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ നാലായിട്ട് തിരിക്കുന്നു. അന്തരീക്ഷജന്യം, ഇടിമിന്നല്, കൊടുങ്കാറ്റ്, ശൈത്യതരംഗങ്ങൾ. ഭൗമജന്യം, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉരുൾപൊട്ടൽ. ജലജന്യം, വെള്ളപ്പൊക്കം, സമുദ്രജലപ്രവാഹം, സുനാമി. ജൈവജന്യം, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയുടെ രോഗങ്ങള്, കീടബാധ. പഠിക്കാൻ സിമ്പിൾ അല്ലേ? നേരത്തെ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? എന്തൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങളാണെന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ അവിടെ രാസവ്യാവസായിക ആണവ ദുരന്തമൊന്നും വരില്ല, പ്രകൃതി ദുരന്തങ്ങളാണ്, അത് ഒഴിവാകും. അപ്പൊ ബാക്കി എന്തുണ്ട്? അന്തരീക്ഷജന്യം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ശൈത്യ തരംഗങ്ങൾ അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൗമജന്യം, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉരുൾപൊട്ടൽ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ജലജന്യം, വെള്ളപ്പൊക്കം, സമുദ്രജലപ്രവാഹം, സുനാമി ജലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജൈവജന്യം, ബാക്ടീരിയ മൂലമോ വൈറസ് മൂലമോ ഉണ്ടാകുന്ന രോഗങ്ങൾ, കോവിഡ്, നിപ്പ എക്സാമ്പിൾസ്. കീടബാധ, ഇതൊക്കെ എന്താണ്? ജൈവജന്യമാണ്. പ്രകൃതി ദുരന്തങ്ങളെ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നാലായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നോക്കൂ, ഭൂകമ്പ ലഘൂകരണ മാർഗങ്ങൾ ചിലത് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ നോട്ട് എടുക്കുന്നത് കേട്ടോ. അതായത് ഇവിടെ കണ്ടോ, ഭൂകമ്പ ലഘൂകരണ മാർഗങ്ങളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഭൂകമ്പ ലഘൂകരണ മാർഗങ്ങൾ, ഭൂകമ്പം മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ. ഇപ്പൊ കേൾക്കുന്നില്ല സീമ? ഞാൻ മ്യൂട്ട് ചെയ്തതാ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ എന്താ ഈ ഭൂകമ്പം? ഭൂകമ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഭൂമിയുടെ ആന്തരിക പാളിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളും കമ്പനവും പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഒക്കെ ഫലമായിട്ട് ഒക്കെ എന്തുണ്ടാവാം? ഭൂകമ്പം ഉണ്ടാവാം. ആന്തരിക ചലനങ്ങളാണ് എപ്പി സെന്ററിൽ ഉണ്ടാവുന്നത്. എപ്പി സെന്ററിൽ നേരെ വന്ന് ഫോക്കസിലെത്തിയിട്ട് ഭൂകമ്പമായിട്ട് പറയുന്നത് അല്ലേ? അതായത് പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും പ്രവചനാതീതമായിട്ടുള്ള ഒരു ദുരന്തമാണെന്ത്? ഭൂകമ്പം എന്ന് പറയുന്നത്.
മൂന്ന് തരംഗങ്ങളുണ്ട് അല്ലേ? പ്രാഥമികം, ദ്വിതീയം, പ്രതല തരംഗങ്ങൾ എന്ന് പറയുന്ന 3 തരംഗങ്ങൾ ഈ പറയുന്ന ഭൂകമ്പത്തിനുണ്ട്. ഇതിൽ ഏറ്റവും വിനാശകാരിയായിട്ടുള്ളത് പ്രതല തരംഗമാണ്. പ്രതല തരംഗം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സർഫസിൽ അനുഭവപ്പെടുന്ന തരംഗങ്ങളാണ്. അതായത് ഭൂകമ്പം എന്ന് പറഞ്ഞാൽ കമ്പനം ചെയ്യുക. കമ്പം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂകമ്പം എന്ന് പറഞ്ഞാല് ഇളകുകയാണല്ലേ, വൈബ്രേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ വേവുകൾ വരികയാണ്, തരംഗങ്ങൾ വരികയാണ്. ഈ തരംഗങ്ങളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: പ്രാഥമികവും, ദ്വിതീയവും, പ്രതല തരംഗങ്ങളും. ആ പേര് തന്നെ മനസ്സിലാക്കാം. തൃതീയമായിട്ടുള്ള പ്രതല തരംഗം എന്ന് പറയുന്നത് ഭൂമിയുടെ സർഫസിലാണ്. അതാണ് ഏറ്റവും കൂടുതൽ നാശം വരുത്തി വെക്കുന്നത്. കാരണം നമ്മൾ അധിവസിക്കുന്നത് സർഫസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളും കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ വിനാശകാരിയും വലിയ പ്രദേശത്തെ ബാധിക്കുന്നതുമായിട്ടുള്ള ഭൂകമ്പമാണ് ഇത്. ടെക്ടോണിക് പ്രവർത്തനപരമായിട്ടുണ്ടാകുന്ന ഭൂകമ്പം. പ്ലേറ്റ് ടെക്ടോണിക്സ് ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. അതായത് കോണ്ടിനെന്റുകൾ പ്ലേറ്റുകളാണല്ലോ, കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് എന്നല്ലേ പറയാ. ഇത്തരത്തിലുള്ള വലിയ ലാൻഡ് മാസുകൾ തമ്മിൽ മൂവ്മെന്റ് ചെയ്യുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ നമ്മൾ ടെക്ടോണിക് പ്രവർത്തനപരമായിട്ട് രൂപം കൊള്ളുന്ന ഭൂകമ്പം എന്ന് പറയും. അത്തരത്തിൽ വലിയ ലാൻഡ് മാസുകളുടെ കൊളീഷനോ അകന്നുപോകലോ ഒക്കെ കൊണ്ടുണ്ടാകുന്ന ഭൂകമ്പങ്ങളാണ് ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ വിനാശകാരി. അത് ഒരുപാട് ഏരിയയെ ബാധിക്കും. ഓക്കെ, അതെന്താന്ന് വെച്ചാല് ഈ ഒരു പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഭൂകമ്പങ്ങള് അത്രയും വലുതാണ്. അതിന്റെ കൂടെ തന്നെയാണ് ഈ പറഞ്ഞിരുന്ന ഉരുൾപൊട്ടലാണെങ്കിലും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഇതിന്റെ തീവ്രത വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണെന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? നമ്മുടെ സിവാലിക് താഴ്വര ഉണ്ടല്ലോ, സിവാലിക് റേഞ്ച് ഭൂകമ്പ സാധ്യതയുള്ള ഏരിയ ആണ്. നമ്മൾ ശിവാലിക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അത് പഠിക്കും. ഏറ്റവും കൂടുതൽ ഇന്ത്യയില് ഭൂകമ്പ സാധ്യത കൂടുതലുള്ള സ്ഥലമാണിത്, ശിവാലിക് റേഞ്ച്. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, സിക്കിം, അതുപോലെ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളില്ലേ, പിന്നെ ഡാർജിലിംഗ്, ഉത്തരാഖണ്ഡ്, ഇവിടെയൊക്കെ എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതകളുള്ള പ്രദേശങ്ങളാണ്. ജമ്മു കാശ്മീരിന്റെ സൈഡില്, ഉത്തരാഖണ്ഡിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടല്ലോ ഉരുൾപൊട്ടല് അല്ലെങ്കിൽ ഭൂകമ്പം നടന്ന വാർത്തകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഹിമാചൽ പ്രദേശ്, അതുപോലെ തന്നെ സിക്കിം, ഡാർജിലിംഗ്, ഈ പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും ഈ ഹിമാലയൻ റേഞ്ചസിന്റെ ശിവാലിക്കിന്റെ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് അധികവും. അതുകൊണ്ടാണ് ഈ ഹിമാചൽ ശിവാലിക് ഇതിന്റെയൊക്കെ ബീച്ച്, അതായത് ഇതിന്റെയൊക്കെ ഇടയിലായിട്ട് ഇന്ത്യ ചെറിയ ബീച്ചുണ്ട്, ഇതിന്റെയൊക്കെ ഇടയിലായിട്ടും ശിവാലിക്കിന്റെ റേഞ്ചിനോട് ചേർന്ന് കിടക്കുന്നതൊക്കെയാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഭൂകമ്പ സാധ്യതകളൊക്കെ കൂടുന്നത് കേട്ടോ. എന്നാൽ ഗുജറാത്തിലെ ഭൂകമ്പം ഉണ്ടായിട്ടില്ലേ, മഹാരാഷ്ട്രയിലൊക്കെ ഭൂകമ്പം ഉണ്ടായിട്ടില്ലേ, അത്യാവശ്യം വലുതായിരുന്നു ഗുജറാത്തിലൊക്കെ. ജസ്റ്റ് ഇങ്ങനെ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കാം ഭൂകമ്പ ലഘൂകരണ മാർഗങ്ങൾ. ഭൂകമ്പത്തെ എങ്ങനെ ചെറുക്കാം? ഒന്നാമത്തെ കാര്യം ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. അതായത് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ. ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രങ്ങൾ ഭൂകമ്പത്തിന്റെ മുന്നറിയിപ്പ് കൊടുക്കാനും ഈ സംഗതി വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാനുള്ള കേന്ദ്രങ്ങൾ.
ഭൂകമ്പ സാധ്യതാ ഭൂപടങ്ങൾ നിർമ്മിക്കാം. അതായത് ഓരോ ഏരിയ, ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഏരിയാസ് എന്തായിരിക്കും, ഭൂകമ്പ സാധ്യത ഉള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ ഭൂകമ്പ സാധ്യതാ ഭൂപടങ്ങൾ നിർമ്മിച്ചിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്താം. വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണ മാതൃകകളിൽ മാറ്റം വരുത്തുക. ഇപ്പൊ ജപ്പാനൊക്കെ ചെയ്യുന്നുണ്ട്. ജപ്പാന്റെ ഒക്കെ ടെക്നോളജി പ്രകാരം അവര് ഈ ജപ്പാനിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലം, ഭൂകമ്പങ്ങൾക്ക് പേര് കേട്ട രാജ്യം ജപ്പാൻ. ഈ ജപ്പാനിലുള്ളവരൊക്കെ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ബിൽഡിങ്സ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കത് ശീലമാണ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകളും ടെക്നോളജികളൊക്കെയാണ് അവർ കറന്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണ മാതൃകകളിൽ നമുക്ക് മാറ്റം വരുത്താം. ബഹുനില കെട്ടിടങ്ങള്, വൻകിട വ്യവസായ സംരംഭങ്ങള്, വലിയ നഗര കേന്ദ്രങ്ങൾ എന്നിവ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്നത് നിരുത്സാഹപ്പെടുത്താം. ഈ ബഹുനില കെട്ടിടങ്ങളാണെങ്കിലും വൻകിട വ്യവസായ സംരംഭങ്ങളാണെങ്കിലും വലിയ നഗര കേന്ദ്രങ്ങളാണെങ്കിലും ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ ഇവയ്ക്കുണ്ടാകുന്ന നാശനഷ്ടവും അതുപോലെ തന്നെ വലുതായിരിക്കും. അത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ചിലപ്പോൾ വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചെന്ന് വരാം. അതുകൊണ്ട് ഇത്തരം വ്യവസായ സംരംഭങ്ങളും വലിയ നഗര കേന്ദ്രങ്ങളും സാമ്പത്തികമായിട്ട് മാത്രമല്ല, ഹ്യൂമൻ പോപ്പുലേഷൻ ഒരുപാട് ഉണ്ടാവും അല്ലേ, ഒരുപാട് പേര് മരിച്ചു പോയില്ലേ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് വലിയ നഗര കേന്ദ്രങ്ങൾ എന്നിവ ദുരന്ത സാധ്യതാ പ്രദേശങ്ങൾ നിർമ്മിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുക. അതായത് ഭൂകമ്പത്തിന്റെ മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടുവരാം, നിരീക്ഷണ കേന്ദ്രങ്ങൾ, ഭൂകമ്പ സാധ്യത ഭൂപടങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, ജനങ്ങളെ ബോധവൽക്കരിക്കാം, വീടുകളും കെട്ടിടങ്ങളുടെ നിർമ്മാണ മാതൃകയിൽ മാറ്റം വരുത്താം, ഭൂകമ്പത്തെ ചെറുക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം. ബഹുനില കെട്ടിടങ്ങൾ, വൻകിട വ്യവസായ സംരംഭങ്ങൾ, വലിയ നഗര കേന്ദ്രങ്ങൾ എന്നിവ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്നത് നിരുത്സാഹപ്പെടുത്താം.